തിയേറ്ററിൽ കാണുമ്പോൾ നല്ലതായിരുന്നു, പക്ഷെ കുറച്ചുകൂടി ക്രൗഡ് വേണമെന്ന് തോന്നി. ആ സമയത്തിനെക്കാട്ടി ആൾക്കാർ ഇപ്പോൾ എൻജോയ് ചെയ്യും, ബിക്കോസ് നമ്മൾക്ക് ഓൾറെഡി കഥ അറിയാം, അതുകൊണ്ട് ഓൾറെഡി വരുന്ന കാര്യങ്ങളും അറിയാം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലോട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ കുറച്ച് മാസ് പടങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊരു റീ റിലീസ് ആക്ച്വലി ബാക്കി സ്ഫടികവും അങ്ങനത്തെ പടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഇത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതാ ഫസ്റ്റ് ഡേ തന്നെ വന്ന് കണ്ടത്. ലാലേട്ടൻ പിന്നെ പറയേണ്ടത് ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ മാസ് പടം. ലാലേട്ടൻ ഔട്ട് ആൻഡ് ഔട്ട് മാസ് ക്ലാസ് റൊമാൻസ് ആക്ഷൻ നീലകണ്ഠനും കാർത്തികനും കൂടെ ഒരു സൈഡിൽ വിളയാടുമാണ്. നമുക്ക് സീറ്റിരിക്കാൻ സമയമില്ല, അവർ ഡാൻസ് കളി ബഹളം അർമാദം ഒക്കെയായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ആ ഓർമ്മയിലോട്ട് പോകുക. ഞാനിന്ന് അങ്ങനെയാണ് കണ്ടത്. പക്ഷേ നല്ല ക്വാളിറ്റി ആയിരുന്നു, റീമാസ്റ്ററിങ് നല്ല ക്വാളിറ്റി ഉണ്ട്, മാറ്റിങ് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ സോങ്സ് ഒക്കെ തിയേറ്ററിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഈ സടക്കിനൊക്കെ പിള്ളേർ കൂടെ കളിക്കും, മറ്റേ കൊട്ടുകുത്തിരി കളിക്കും. അറിയാതെ ഭയങ്കര എനിക്കത് ഭയങ്കര ആസ്വദിച്ചു. നേരത്തെ കണ്ടതിനെക്കാട്ടും കുറച്ചും കൂടെ എന്തോ വിഷ്വലിൽ ഭയങ്കര രസം തോന്നി. തിയേറ്ററിൽ കാണുമ്പോൾ നല്ലതായിരുന്നു, പക്ഷെ കുറച്ചുകൂടി ക്രൗഡ് വേണമെന്ന് തോന്നി. ബട്ട് ഫിലിം വാസ് ആസ് യൂഷ്വൽ ഭയങ്കര അടിപൊളിയായിരുന്നു. പാട്ടൊക്കെ നല്ലതായിരുന്നു. നല്ല നമ്മൾ പണ്ട് കാണുന്നതിനെക്കാട്ടിലും നല്ലൊരു ഫീലാണ് തോന്നിയത്. ഡബിൾ ആയില്ല. സമയത്തിനെക്കാട്ടി ആൾക്കാർ ഇപ്പോൾ എൻജോയ് ചെയ്യും, ബിക്കോസ് നമ്മൾക്ക് ഓൾറെഡി കഥ അറിയാം, അതുകൊണ്ട് ഓൾറെഡി വരുന്ന കാര്യങ്ങളും അറിയാം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഈ ഒരു പടം കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത് തന്നെ. മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലോട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ കുറച്ച് മാസ് പടങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊരു റീ റിലീസ് ആക്ച്വലി ബാക്കി സ്ഫടികവും അങ്ങനത്തെ പടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഇത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതാ ഫസ്റ്റ് ഡേ തന്നെ വന്ന് കണ്ടത്. ലാലേട്ടൻ പിന്നെ പറയേണ്ടത് നരസിംഹം. പക്ഷേ ഇവിടെ തിയേറ്ററിൽ ഈ ഷോ ആയിരുന്നു കുറച്ച് കുറവായിരുന്നു കേട്ടോ, കുറച്ച് കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. നമ്മൾ വേറെ പടമൊക്കെ കാണുമ്പോൾ ഉള്ള ഇതിനെക്കാട്ടി സൗണ്ട് കുറച്ച് കുറവാണ്. ബട്ട് ഫ്രം ദാറ്റ് ഇറ്റ് വാസ് സൂപ്പർ. അത് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് മാത്രം അതെ, കുറച്ച് ക്രൗഡ് കുറവായിരുന്നു. ഈ പടം കുറച്ചുകൂടെ എൻജോയ് ചെയ്തു. പിന്നെ നമുക്കറിയാലോ എവിടെയാണ് ലാലേട്ടൻ മാസ് പറയാൻ പോകുന്നത്, എവിടെയാണ് പാട്ട് വരുന്നത്. ഇതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ എന്തായാലും ഇതൊരു വലിയൊരു അവസരം. പാട്ടിന് എല്ലാവരും മര്യാദയ്ക്ക് ഇരുന്നു, പക്ഷെ അവസാനം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കാൻ പോകുന്നൊക്കെ ചോദിച്ചു. കാരണം കുറച്ച് പിള്ളേരുണ്ടായിരുന്നുള്ളൂ, ബാക്കി മുതിർന്നവരായിരുന്നു. നമ്മൾ ഈ പറയില്ലേ ലാലേട്ടൻ്റെ സ്ലീപ്പർ സെൽ ഡാൻസ് ഒന്നും അറിയില്ല. ഞാനും കുറേ അധികം കുട്ടികളെ പ്രതീക്ഷയുണ്ട്. പക്ഷെ നമുക്ക് ഫുള്ള് ഉണ്ടായിരുന്നതൊക്കെ ആ കാലത്ത് ഈ പടം എൻജോയ് ചെയ്തവർ തന്നെ പിന്നെ അത് വരണമെന്നുണ്ടെങ്കിൽ അത്രയും ഒരു മാസം പടമല്ലേ. അപ്പോൾ ഈ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഡ്യൂട്ടി 10 മണിക്ക് അങ്ങനെ ദിവസം കാണാം. ഞാനും അച്ഛനും വീട്ടിൽ ഫാമിലി കാണാം. അങ്ങനെ 150 ദിവസമൊക്കെ പണം കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പിന്നെ യൂട്യൂബിൽ അവൈലബിളാണ്. യൂട്യൂബിൽ കണ്ട് 10-500 പടമെങ്കിലും തവണ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? എല്ലാ ഡയലോഗും കാണുന്നതൊക്കെ അറിയാം. പക്ഷേ എങ്കിലും ബിഗ് സ്ക്രീനിൽ ഏരീസ് പോലെ ഇവിടെ വലിയ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. അങ്ങനെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ മാസ് പടം. ലാലേട്ടൻ ഔട്ട് ആൻഡ് ഔട്ട് മാസ് ക്ലാസ് റൊമാൻസ് ആക്ഷൻ നീലകണ്ഠനും കാർത്തികനും കൂടെ ഒരു സൈഡിൽ വിളയാടുമാണ്. നമുക്ക് സീറ്റിരിക്കാൻ സമയമില്ല, അവർ ഡാൻസ് കളി ബഹളം അർമാദം ഒക്കെയായിരുന്നു. കാരണം ഇത് മലയാളത്തിലെ ബിഗ് കൊമേഴ്ഷ്യൽ പടം. ഇങ്ങനത്തെ പടം ചെയ്യണം. പിന്നെ എസ്പെഷ്യലി 4K നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ 4K എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ക്ലാരിറ്റി മാത്രമായിട്ട് ചെയ്ത് അങ്ങനെയല്ല, 4K നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സോങ് ഒക്കെ അവർ ഒറിജിനലായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് പഠിക്കാൻ കിട്ടുമ്പോൾ പ്രശ്നം ഈ പാട്ടൊക്കെ അവർ വീണ്ടും റീക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ലാലേട്ടൻ്റെ പുതിയ ശബ്ദം ചിത്രങ്ങൾ പക്ഷേ അങ്ങനെയില്ല, ഒറിജിനൽ ആ ടൈപ്പിലുള്ള സോങ്ങിനെ അവർ കുറച്ചൊക്കെ മ്യൂസിക് എൻഹാൻസ് ചെയ്ത് നല്ല രീതിയിൽ അവതരിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടിരിക്കും. നമുക്കൊരു ഒറിജിനൽ ഫീൽ കിട്ടും. തിയേറ്ററിൽ തന്നെ കാണണം. പ്രത്യേകിച്ച് എന്നെ പോലെ തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ജനറേഷൻ കണ്ട് അറിയാം. സൂപ്പർ അവിടെ തൊട്ട വയ്യ കുറച്ചൊക്കെ മാറ്റമൊക്കെ വരത്തില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു കാലത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് എന്തെങ്കിലും 1-2 സീനൊക്കെ അവർ കളഞ്ഞു തോന്നുന്നു. എനിക്ക് ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. കാരണം ഈ തട്ടിക്കൊണ്ടുവരുന്ന ശേഷം സിദ്ധിക്ക് വന്നിട്ട് കാർത്തികനെ വിഷയപ്പെടുത്തുന്ന സീനൊന്നുമില്ല. അതൊക്കെ കുറേ 1-2 സീനൊക്കെ അതുപോലെ മറ്റേ ആ തമിഴ്നാട്ടിലെ പെൺകുച്ച് നിങ്ങൾ രാവണത അന്ന് മറ്റേ അങ്ങനത്തെ 1-2 സീൻ അവർ ഒഴിവാക്കി. പക്ഷേ എങ്കിലും അത് കുഴപ്പമില്ല, നമുക്ക് അത് കാണാമല്ലോ. കാരണം അത് ഡ്യൂറേഷൻ കുറയ്ക്കാൻ ചെയ്തെനിക്ക് എന്തായാലും നന്നായിട്ട് സൂപ്പർ എല്ലാവരും പ്രത്യേകിച്ച് എന്നെ പോലെ ഈ ജനറേഷൻ ഉറപ്പായിട്ട് തിയേറ്ററിൽ ഒന്ന് കാണുന്നത്. ഈ ഒരു മെമ്മറി റീവിസിറ്റ് ആണ്. അത് എല്ലാ റീ റിലീസ് പടങ്ങളും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കാണുന്നത്. കാരണം ഈ പടങ്ങളെല്ലാം ഞാൻ പണ്ട് തിയേറ്ററിൽ കണ്ടതാണ്. അപ്പോൾ ഒന്നും കൂടെ ആ ഓർമ്മയിലോട്ട് പോകുക. ഞാനിന്ന്
അങ്ങനെയാണ് കണ്ടത്. പക്ഷെ നല്ല ക്വാളിറ്റി ആയിരുന്നു, റീമാസ്റ്ററിങ് നല്ല ക്വാളിറ്റി ഉണ്ട്, മാറ്റിങ് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ സോങ്സ് ഒക്കെ തിയേറ്ററിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഈ സടക്കിനൊക്കെ പിള്ളേർ കൂടെ കളിക്കും, മറ്റേ കൊട്ടുകുത്തിരി കളിക്കും, അറിയാതെ ഭയങ്കര എനിക്കത് ഭയങ്കര ആസ്വദിച്ചു. നേരത്തെ കണ്ടതിനെക്കാട്ടും കുറച്ചും കൂടെ എന്തോ വിഷ്വലിൽ ഭയങ്കര രസം തോന്നി, മിക്സിങ്ങിൽ നല്ല രസം തോന്നി, ഭയങ്കര ക്വാളിറ്റി. പിന്നെ മോഹൻലാലിനെ വസുന്ധരദാസിനെ കാണാൻ ഭയങ്കര രസമായിരുന്നു. കാരണം ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഒരുപാട് ക്ലോസപ്പ് ഷോട്ടാണ്. അത് പണ്ടത്തെ സിനിമകളുടെ ഒരു പ്രത്യേകതയാണ്. ഫിലിമിലും കൂടെ ഇവർ ചെയ്യുമ്പോൾ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കും മോഹൻലാലും വസുന്ധരദാസും നെപ്പോളിയനും. അപ്പോൾ ആ ഒരു ക്ലോസപ്പ് ഷോട്ടൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കുറച്ച് ലോങ് ഷോട്ട് അല്ലെങ്കിൽ കുറച്ച് സീൻസുകളിൽ കുറച്ച് മങ്ങലുണ്ട്. അത് ആ പ്രിന്റിന്റെ പ്രശ്നമായിരിക്കും, അവർ മാക്സിമം ചെയ്തിട്ടുണ്ട് കുറച്ച്. പക്ഷെ അതൊന്നും സിനിമയുടെ ഒഴുക്കിനെ ബാധിച്ചിട്ടില്ല. ഒരു 10 മിനിറ്റോളം കട്ടുണ്ട്. അതും വലിയ സീൻസുകളൊന്നും അല്ല, ചെറിയ ചെറിയ കുറച്ച് സീൻസ്. അതിലൊരു പ്രധാനപ്പെട്ട സീൻ എനിക്ക് തോന്നിയായിരുന്നു കട്ട് ചെയ്യുന്നത്. മോഹൻലാൽ നോർത്ത് ഇന്ത്യ മറ്റേ ഇലക്ഷന് അങ്ങനെയാണ് തോക്കിൻ മുനയിൽ നിർത്തി അത് കട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നി ചിലപ്പോൾ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും അത് കട്ടില്ല. വിഷമമൊന്നും വന്നില്ല. കാരണം ഈ സിനിമ അത്രമാത്രം ഒരുപാട് കാണാൻ പഠിച്ചവർക്ക് ചിലപ്പോൾ ആ സീനൊക്കെ ഏതൊക്കെയാണ് ഒഴുക്കിൽ പോയെന്ന് മനസ്സിലാവും. എനിക്കത് നേരത്തെ തോന്നി മിക്കവാറും അത് കട്ട് ചെയ്യും. കാരണം ഇപ്പോഴത്തെ പൊളിറ്റിക്സിന് അങ്ങനെയൊന്നും ചിലപ്പോൾ പറയാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ അവർ കട്ട് ചെയ്തത്. പിന്നെ കുറച്ച് സീൻ മോഹൻലാൽ വസുന്ധരദാസ് ഈ മോഹൻലാൽ വരുമ്പോൾ കാറിൽ ബോൾ കിട്ടിയിട്ട് മോഹൻലാൽ ബോൾ ഇങ്ങനെ പിടിച്ചിട്ട് വസുന്ധരദാസ് സംസാരിക്കുന്ന ഒരു സീനാണ്, അത് കട്ട് ചെയ്തു. പിന്നെ നാദിർഷയുടെ ആദ്യമുള്ള ഈ അഗസ്റ്റിന്റെ ഫാമിലിയിൽ നാദിർഷയെ കാണിക്കുന്ന അങ്ങനെ ചെറിയ അതായത് അറിയാൻ പറ്റില്ല നമുക്ക് എവിടെയാണ് കട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഈ സിനിമ ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഈ സീൻസൊക്കെയാണ് ഇങ്ങനെ തന്നെ സീൻസ് കട്ടായിട്ടുണ്ട്. പക്ഷെ അല്ലാതെ മാക്സിമം മോഹൻലാലിന്റെ മാസ് സീൻസ്, ഓറ, സ്വാഗ്, പാട്ടുകൾ, പിന്നെ മറ്റേ മോഹൻലാലിന്റെ സെന്റിമെന്റ്സ്, അച്ഛൻ മോഹൻലാലിന്റെ സെന്റിമെന്റ്സ്, ഇന്നസെന്റിന്റെ സീൻസ്, അങ്ങനെ ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള നമുക്ക്. പിന്നെ ഇതിലെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ റീൽസ് വഴി ഈ ഡയലോഗുകളെല്ലാം എല്ലാവർക്കും കാണാപ്പാടോ. അപ്പോൾ ഓരോ ഡയലോഗ് വരുന്നതിന് മുമ്പ് അവർക്കറിയാം ഈ ഡയലോഗ്, അപ്പോഴേ കയ്യടി തുടങ്ങി. അതൊക്കെ ഈ റീ റിലീസിന്റെ മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എല്ലാം അറിയാം, എന്താണ് ഈച്ച് ആൻഡ് എവരി സീനും എല്ലാം അറിയാം. അത് തിയേറ്ററിൽ ഒരു കൂട്ടം ആൾക്കാരോട് കൂടെ ഇരുന്ന് ആസ്വദിക്കും. അതാണ് റീ റിലീസിന്റെ ഏറ്റവും വലിയ സവിശേഷത. അത് രാവണപ്രഭുവിന് കിട്ടി എന്ന് പറഞ്ഞാൽ തിയേറ്റർ എറപ്സ് എന്ന് പറയുന്നത്. അത് മോഹൻലാലിന്റെ ഈ റീ റിലീസ് പടങ്ങൾക്ക് എല്ലാം കിട്ടി, ഇവൻ ദേവദൂതന് വരെ കിട്ടി. അതുപോലെ ഇതൊരു മാസപടമാണ് ഇതിനും കിട്ടി.